രേണു സുധിയുടെയും കൊല്ലം സുധിയുടെയും മകൻ എന്ന് പറയുന്ന രാഹുൽ ഒരു ഓർഫനാണ്. ഋതുൽ ഒരു ഹാഫ് സെമി ഓർഫനാണ്. ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് 7 സെന്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തു. ഒരു സംസാരം ഉണ്ടായി. അത് എന്നെ വളരെ മുറിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞതാണ്. ഞാൻ കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തു. അപ്പോൾ അതൊരു ആത്മീയ ബന്ധമായിട്ടേ ഉള്ളൂ. അതിൽ ഉപരിയായിട്ട് ആകെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് തട്ടിപ്പ് നടത്തിയതായിട്ട് ഫാദറിന് ഫീൽ ചെയ്യും? ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറയാൻ എനിക്ക് അർഹതയില്ല. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതുമായ കാര്യമേ എനിക്ക് ഒരാളോട് പറയാനൊക്കത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി പോലും എന്നോട് ഇതുവരെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല ഫിറോസ് ഒരു തട്ടിപ്പുകാരനാണെന്നോ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ എന്നോട് ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ ഈ വീട് പണിതിനെ പറ്റി ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കമന്റ്സുകൾ, പല രീതിയിലുള്ള കമന്റ്സുകൾ പലരും ഇങ്ങനെ വായിച്ചിട്ട് എന്നെ വിളിച്ച് വിവരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കമന്റ്സുകളാണ്. ഒരിക്കലും ഒരു വ്യക്തികളും ഇതുവരെ നേരിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, സോഷ്യൽ മീഡിയകളിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്ക് രേണു സുധിയുടെ 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ 7 സെന്റ് വസ്തു 2 കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ഞാൻ അതിൽ വളരെ സംതൃപ്തനാണ്. അത് കൊടുത്തു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരാൾ ദൈവം മുമ്പിൽ. എനിക്ക് ഒരു എളിയ സഹായം ചെയ്യാൻ പറ്റി. മറിച്ച് അതിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്നോട് 1-2 കാര്യങ്ങൾ കേൾക്കുവാനിടയായി. അതായത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ രേണു സുധിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്തു എന്ന് ഒരു സംസാരം ഉണ്ടായി. അത് എന്നെ വളരെ മുറിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞതാണ്. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് പല സോഷ്യൽ മീഡിയകളിലൂടെ ഞാൻ കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തു. ഞാൻ കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുവല്ല ചെയ്തേക്കുന്നത്. ഇതുവരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. മേലിലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ എന്റെ സമ്മതത്തോടു കൂടെ ഞാൻ ദാനം ചെയ്തതാണ്. അതിൽ ഞാൻ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് നന്ദി കരയിട്ടു. അത്രേ ഉള്ളൂ. ബിഷപ്പ് കൊടുത്ത ഈ പ്രോപ്പർട്ടി അത് രേണുസുധിയുടെ പേരിലോ അല്ലെങ്കിൽ രേണുസുധിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ബന്ധുക്കളുടെ പേരിലോ അച്ഛനമ്മ പേരിലൊക്കെയാണോ കൊടുത്തേക്കുന്നത്? രേണുസുധിക്ക് നല്ല ആരോഗ്യമുള്ള, കഴിവുള്ള, തന്റെ ഇടമുള്ള ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. ഞാൻ കൊടുത്തേക്കുന്നത് 2 ഓർഫൻ കുട്ടികൾക്കാണ്. ഒന്ന് രേണു സുധിയുടെയും കൊല്ലം സുധിയുടെയും മകൻ എന്ന് പറയുന്ന രാഹുൽ ഒരു ഓർഫനാണ്. അപ്പനുമില്ല, അമ്മയില്ല. രേണു സുധിയുടെ മകൻ ഋതുൽ ഒരു ഹാഫ് സെമി ഓർഫനാണ്. ഈ 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ 7 സെന്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തു. അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ 24 ചാനലിന്റെ MD-യും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാഹുൽ ഇരുമ്പുകുഴി, ബഹുമാനപ്പെട്ട ശ്രീ C ഉണ്ണികൃഷ്ണൻ സാറ്, ഫ്ലവേഴ്സ് ടിവിയുടെ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാരുടെ എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള അവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഈ 2 കുഞ്ഞുങ്ങൾക്കായിട്ട് ഈ വസ്തു എഴുതി കൊടുത്തത്. കഴിവും ആരോഗ്യവതിയായിട്ടുള്ള, ജോലി ചെയ്യുവാൻ പ്രാപ്തിയുള്ളതായിട്ടുള്ള ഒരു പെൺകുട്ടിക്കോ ജോലി ചെയ്യാൻ കഴിവുള്ള അവളുടെ മാതാപിതാക്കൾക്കോ ഞാൻ വസ്തു കൊടുക്കുകയുമില്ല, കൊടുത്തിട്ടുമില്ല. ഈ രേണുസുധിയുടെ പേരൻസോ കുടുംബത്തിൽ റിലേറ്റീവ്സോ ആരും എന്നോടൊരു റിക്വസ്റ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ സന്തോഷപൂർവ്വം ഈ കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനും ദൈവത്തിന് നന്ദിയുള്ളവനുമാണ്. ബിഷപ്പിനെ കുറിച്ചും രേണുസുധിനെ കുറിച്ചും മോശമായിട്ടുള്ളൊരു കുറെ കമന്റ്സ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക? രേണുസുധിയെ ഞാൻ എൻ്റെ ഒരു സഹോദരിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഇളയ സഹോദരിയുടെ സ്ഥാനത്താണ് ഞാൻ കണ്ടിരിക്കുന്നത്. അവരെന്നെ കാണുന്ന ഒരു സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു മിഷണറി ബിഷപ്പായിട്ട് അവരെന്നെ കാണുന്നു. അപ്പോൾ അതൊരു ആത്മീയ ബന്ധമായിട്ടേ ഉള്ളൂ. അതിൽ ഉപരിയായിട്ട് ആകെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കുഞ്ഞുങ്ങൾക്ക് വസ്തു കൊടുത്തു എന്നുള്ള ഒരു കണക്ഷൻ, അത് ഞങ്ങൾ തമ്മിലുള്ള യാതൊരു രീതിയിലും ഒരു നേരിട്ടുള്ളൊരു ബന്ധമോ സംസാരമോ അല്ല. ഒഫീഷ്യലായിട്ടുള്ളൊരു ബന്ധം, അത് ഒഫീഷ്യൽസ് തമ്മിലുള്ള റിലേഷനേ ഉള്ളൂ. രേണുസുധിയുമായിട്ടോ അവളുടെ ഫാമിലിയുമായിട്ടോ എനിക്ക് യാതൊരു വിധമായ ബ്ലഡ് റിലേഷനോ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. കാണുമ്പോൾ ഹായ് ബൈ, അത്രമാത്രം. എവിടെങ്കിലും അതാകെ കാണുന്നത് 2-3 മാസം കൂടുമ്പോൾ ഒന്ന് കണ്ടാൽ ഒരു ഹായ് ബൈ. അതിനപ്പുറമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു ഇതുമില്ല എനിക്ക്.